അതെ, ഇനി അവർ സുരക്ഷിതരായി ഉറങ്ങിയുണരും. സാക്ഷിക്ക് പുകഴ്ത്തലോ തലോടലോ വശമില്ല. എന്നാൽ പൊള്ളുന്ന ജീവിത യാഥാർത്ഥ്യങ്ങളുടെ നേരെ കണ്ണടയ്ക്കാനാകില്ല. എൻ്റെ പേര് സ്നേഹ. ഞാൻ ഡിഗ്രി തേർഡ് ഇയർ പഠിക്കുന്നു. ഞങ്ങൾക്ക് അച്ഛനും ഇല്ല, അമ്മയില്ല. അമ്മാവ മരിച്ചുപോയി. ഞങ്ങളുടെ അമ്മ കളഞ്ഞു പോയ ശേഷം അമ്മാമ്മയാണ് നോക്കിക്കൊണ്ടിരുന്നത്. ഇപ്പം അച്ഛനും ഇല്ല. ഞങ്ങളുടെ വീടിൻ്റെ അവസ്ഥ ഇതാണ്. എൻ്റെ പേര് സാന്ദ്ര. ഞാൻ ഇപ്പോൾ +2 പഠിക്കുവാണ്. ഞങ്ങളെ കൊച്ചിലെ തന്നെ അമ്മ കളഞ്ഞിട്ട് പോയി. പിന്നെ അതല്ലാതെ അച്ഛൻ ഇപ്പം നോക്കുന്നില്ല. ഇപ്പം ഞങ്ങൾ നോക്കാൻ ആരുമില്ല. വീട്ടിൻ്റെ അവസ്ഥ ഭയങ്കര മോശമാണ്. ഒരു നല്ലൊരു വീട് വേണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. അമ്മാമ്മയാണ് ഞങ്ങൾ നോക്കിക്കൊണ്ടിരുന്നത്. അമ്മാമ്മ 2 വർഷം മുന്നേ മരിച്ചുപോയി. തൻ്റേതല്ലാത്ത കാരണങ്ങളാൽ 2 പെൺകുട്ടികൾ അനുഭവിക്കുന്ന കഥനകഥയുടെ ന്യൂസ് സാക്ഷി TV വഴി കാണാനിടയുണ്ടായി. അന്ന് തന്നെ വിചാരിച്ചു എന്തെങ്കിലും സഹായം ചെയ്യാൻ സാധിക്കുമെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യണം. പിറ്റേന്ന് തന്നെ ഞാൻ BR നായരെ വിവരം അറിയിക്കുകയും അന്ന് തന്നെ നമുക്ക് സഹായിക്കാൻ പറ്റുന്ന രീതിയിൽ കുറച്ച് പ്രശ്നം അവർക്ക് കൊടുക്കാൻ സാധിച്ചു. ഇക്കഴിഞ്ഞ പെരുമഴക്കാലത്ത് നമ്മുടെ ഈ ഒരു വീട് ഇടിഞ്ഞു വീണതിനെ പറ്റി നമ്മുടെ സാക്ഷി TV ചടയമംഗലത്ത് അതിൻ്റെ ചടയമംഗലം കേന്ദ്രമായിട്ട് ആക്കി പ്രവർത്തിക്കുന്ന സാക്ഷി TVയിൽ ഒരു വാർത്ത വരികയുണ്ടായി. അത് ഞാനും നമ്മളുടെ ഖത്തർ ഉണ്ണിയണ്ണൻ എന്ന് ഓമനപ്പേരിട്ട് വിളിക്കുന്ന P ഉണ്ണികൃഷ്ണൻ, ഞങ്ങളുടെ എല്ലാം ഉണ്ണിയണ്ണനും ഞാനും കൂടി ആ വാർത്ത കാണുവാനിടയാവുകയും ഞങ്ങൾ അതിനെപ്പറ്റി കാര്യമായി അന്വേഷണം ചെയ്യുകയും ചെയ്തു. അന്വേഷിച്ച് നമ്മൾ ചെന്നെത്തിയത് സാക്ഷി TVയുടെ റിപ്പോർട്ടറായ നമ്മുടെ എല്ലാം പ്രിയ സഹോദരൻ മുദ്ര അണ്ണൻ്റെ അടുത്താണ്. മുദ്ര ഗോപേണ്ണൻ്റെ അടുത്ത് കാര്യങ്ങൾ തിരക്കിയതിന് ശേഷം ആ വാർത്തയിൽ നിറഞ്ഞു നിന്നിരുന്ന നമ്മുടെ വാർഡ് മെമ്പറായിട്ടുള്ള ബാബുരാജിനെയും ഞങ്ങൾ പിന്നീട് പോയി കാണുകയുണ്ടായി. അവരൊത്ത് തൊട്ടടുത്ത ദിവസം തന്നെ ഞങ്ങൾ ഈ സൈറ്റ് വന്ന് കാണുകയുണ്ടായി. സാക്ഷി ചാനലിലെ വാർത്ത കണ്ടിട്ട് ഞങ്ങളെ സഹായിക്കാൻ വന്ന ഉണ്ണികൃഷ്ണ മാമനും രാമചന്ദ്രൻ മാമനും കൂടെ ഞങ്ങളെ വീട് നല്ല രീതിയിൽ തന്നെ ശരിയാക്കി തന്നിട്ടുണ്ട്. കിണറിന് ഒരുപാട് മാറ്റം വരുത്തി. ബാത്റൂമിനൊക്കെ കതവ് വെച്ച് തന്ന് വീട് നല്ല രീതിക്ക് തന്നെ മാറ്റം വരുത്തിയിട്ടുണ്ട്. പിന്നെ കുളിമുറി ഇല്ലായിരുന്നു, അത് വെച്ച് തന്ന് വഴി സൗകര്യം നല്ല രീതിയിൽ തന്നെ ചെയ്തു തന്നിട്ടുണ്ട്. നല്ല രീതിയിൽ ഇവിടെ കയറി താമസിക്കാനുള്ള രീതിയിലാക്കി തന്ന അവർക്കും ഈ വാർത്ത പുറം ലോകത്തെ അറിയിച്ച സാക്ഷി ചാനലിനും പിന്നെ ഇവിടുത്തെ ഈ കാര്യങ്ങൾക്ക് എല്ലാത്തിനും കൂട്ടായിട്ട് നിന്ന പഞ്ചായത്ത് വാർഡ് മെമ്പറിനും അല്ലാതെ സഹായിച്ച എല്ലാവരോടും കടപ്പാട് നന്ദി മാത്രം. എല്ലാവർക്കും നമസ്കാരം. പ്രിയമുള്ളവരെ, ഞാൻ വെള്ളൂപ്പാറ വാർഡ് മെമ്പറാണ് ബാബുരാജൻ. ഞാൻ ഈ ലൈവിൽ വരുന്നത് ഒരു 3 മാസം മുമ്പ് ഈ വലിയ മഴയത്തും കാറ്റത്തും ഈ പുറയിൽ കാണുന്ന വീട് അതിൻ്റെ കുറേ ഭാഗം ഇടിഞ്ഞു വീണ് താമസയോഗ്യമല്ലാതായി. ഇവിടെ താമസിക്കുന്ന 2 കുട്ടികളാണ്. അമ്മ പോയിട്ട് 12 വർഷത്തോളമായി, എവിടെയാണെന്നൊന്നും അറിയില്ല. പിന്നെ അച്ഛൻ ഒരു തമിഴ്നാട്ടുകാരനായിരുന്നു, പുള്ളി ഇപ്പോൾ ഇവിടെ ഇല്ല. അപ്പോൾ ഇവർ കുഞ്ഞമ്മയുടെ ആശ്രയത്തിലാണ് ഇവർ കഴിഞ്ഞുകൊണ്ടിരുന്നത്. ഇവർക്ക് കിടക്കാടം ഇല്ലാതായപ്പോഴത്തേന് വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സാഹചര്യമാണ്. പഞ്ചായത്ത് മെമ്പർ ഞാനിവിടെ വരികയും അപ്പോൾ അതിൻ്റെ ദയനീയാവസ്ഥ എനിക്ക് നേരത്തെ അറിയാവുന്നതാണ്. ഇവിടെ സാഹചര്യം മറ്റു കാര്യങ്ങളൊക്കെ എനിക്ക് നേരത്തെ അറിയാവുന്നതുകൊണ്ട് ഞാൻ എൻ്റെ സുഹൃത്തുക്കൂടെ ആയിട്ടുള്ള സാക്ഷി ചാനലിൻ്റെ ഗോപനെ ബന്ധപ്പെട്ടു. ഞാൻ പറഞ്ഞു, ഗോപൻ ഇങ്ങനൊരു വിഷയമുണ്ട്, വളരെ പരിതാപകരമായ അവസ്ഥയാണ്, നിങ്ങളതൊന്ന് വന്ന് കാണണം, നിങ്ങൾ എന്നിട്ട് നിങ്ങളെ വാർത്താ ചാനലിൽ ഇതൊന്ന് റിപ്പോർട്ട് ചെയ്യണം. ആരെങ്കിലും നമ്മളെ സഹായിക്കാൻ സന്മനസ് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരു വലിയ ഉപകാരമായിരിക്കും എന്ന് പറയും. അങ്ങനെ അപ്പോൾ തന്നെ നമുക്ക് എന്നോടൊപ്പം വരാമെന്ന് സമ്മതിക്കുകയും ഞങ്ങളിവിടെ ഒന്ന് കാണുകയും ചെയ്തു. കണ്ടപ്പോൾ അവർക്ക് അതിൻ്റെ കാര്യങ്ങൾ ബോധ്യപ്പെട്ടു. അന്ന് തന്നെ സാക്ഷി ചാനലിൽ ഈ വാർത്ത അവർ പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. ആ വാർത്ത കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ചടയമംഗലത്തുള്ള നമ്മളെ ലയൺസ് ക്ലബിൻ്റെ 2 ഭാരവാഹികളായ ഒന്ന് ഉണ്ണിയണ്ണനും അതോടൊപ്പം തന്നെ
കോൺട്രാക്ട് വർക്കൊക്കെ എടുത്ത് ചെയ്യുന്ന രാമേന്ദ്രൻ സാറും കൂടെ ഇവിടെ വരികയും എന്നെ കൂടെ വിളിച്ച് ഇതിൻ്റെ കാര്യങ്ങളെല്ലാം ബോധ്യപ്പെട്ടു. ഇതെല്ലാം കണ്ട് ബോധ്യപ്പെട്ട അടിസ്ഥാനത്തിൽ അവരുടെ ആ കുഞ്ഞുങ്ങളുടെ ഒരു ദയനീയാവസ്ഥ മനസ്സിലാക്കിയപ്പോൾ എന്നെ വിളിച്ചിട്ട് അവർ പറഞ്ഞു, തീർച്ചയായും ഞങ്ങളൊന്ന് ആലോചിക്കട്ടെ, ഈ വീട് ഒന്ന് ശരിയാക്കി കൊടുക്കാൻ എന്തെങ്കിലും മാർഗ്ഗം ഉണ്ടെങ്കിൽ ഞങ്ങൾ കൂട്ടായിട്ടൊന്ന് ആലോചിച്ചതിന് ശേഷം ഞാൻ മെമ്പറെ വിളിക്കാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ചെയ്താൽ വളരെ ഉപകാരമാണ്. അത്രയും പ്രശ്നങ്ങളാണ് അവരെ കയറി കിടക്കാൻ. നന്നായി പഠിക്കുന്ന കുട്ടികളാണ്. ഒരാൾ ഡിഗ്രി പഠിക്കുന്നു, 3ാമത്തെ വർഷം. ഒരാൾ +2 പഠിക്കുന്നു വിവേകാനന്ദ സ്കൂളിൽ. അപ്പോൾ നന്നായി പഠിക്കുന്ന 2 കുട്ടികളുള്ള അവരുടെ ഒരു അവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് അവർ അത് സ്വയം ഏറ്റെടുത്ത് ചെയ്യാമെന്ന് സമ്മതിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അതിൻ്റെ പണികൾ ആരംഭിക്കുകയും ചെയ്തു. നമ്മൾ ആവശ്യപ്പെട്ടൊരു കാര്യം, പഞ്ചായത്ത് മെമ്പർ എന്ന നിലയിൽ ഈ സാധനങ്ങൾ ഇവിടെ താഴെ, കാരണം റോഡിൽ നിന്ന് ഇറക്കി കുറച്ച് ചുമന്നിഞ്ച് കയറ്റാൻ പറ്റത്തുള്ളൂ. അതൊന്ന് സാധനം ഇറക്കിയിടുമ്പോൾ അതൊന്ന് മേലെത്തിക്കാൻ കട്ടയും മണലും ബാക്കിയൊക്കെ അവർ ചെയ്തോളാം, അത് മേലെത്തിക്കാൻ ഒരു സംവിധാനം, ഒരു സഹായം ചെയ്തു കൊടുക്കണമെന്ന് പറഞ്ഞു. നമ്മൾ തീർച്ചയായിട്ടും ഞങ്ങളത് ചെയ്യാം എന്ന് പറയും. നമ്മൾ സാധനം ഇറക്കിയതിന് ശേഷം അവരെന്നുമായി ബന്ധപ്പെട്ടു. ഞാൻ ഇവിടുത്തെ തൊഴിലുറപ്പ് തൊഴിലാളികളുമായിട്ടാണ് ആദ്യം ബന്ധപ്പെടുന്നത്. അവർ കുറേ സാധനങ്ങൾ, കട്ട ഉൾപ്പെടെ കുറേ സാധനങ്ങൾ മുകളിൽ കയറ്റി വെച്ചു. അതിനുശേഷം മണലുണ്ടായിരുന്നു, പിന്നെ കുറേ കട്ട ഉണ്ടായിരുന്നു. ഇത് നമ്മളിവിടുത്തെ AIYFൻ്റെ നമ്മളെ ചെറുപ്പക്കാരായ സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ട് ഈ വിഷയം അവരുടെ ശ്രദ്ധയിൽപ്പെട്ടുവന്നു. അവളെ വളരെ സന്മനസ്സോടെ, വളരെ സന്തോഷത്തോടുകൂടി അത് പ്രവർത്തി ഏറ്റെടുക്കുകയും അവിടെയും കൂടി ശ്രമഫലമായിട്ട് ഈ സാധനങ്ങൾ മുഴുവൻ മുകളിൽ കയറ്റുകയും ചെയ്തു. അതിനുശേഷം പിന്നീടും സാധനം വന്നപ്പോൾ അവർ തൊഴിലാളി നടത്തി തന്നെയാണ് പിന്നീട് ചെയ്തത്. അങ്ങനെ വളരെ നന്നായി രീതിയിൽ ഈ പുറകെ കാണുന്ന ഈ കെട്ടിടം അവർ വാസയോഗ്യമാക്കി ചെയ്തു കൊടുത്തു. അതിൻ്റെ ഷീറ്റ് മുഴുവൻ മാറ്റി, അതോടൊപ്പം തന്നെ ഇടിഞ്ഞു പോയ ഭിത്തിയെല്ലാം ശരിയാക്കി, അതിൻ്റെ ഈ കതകളും ജനലും എല്ലാം പോയി കിടന്നതാണ്, അതെല്ലാം വൃത്തിയാക്കി. അതോടൊപ്പം തന്നെ ഈ കിണറിൻ്റെ കുറച്ച് ബലക്ഷയം ഉണ്ടായിരുന്നു, അതെല്ലാം വൃത്തിയാക്കി. പിന്നെ അവിടെ ടോയ്ലറ്റിൻ്റെ കതവും മറ്റ് ഒരു ഇല്ലാത്ത അവസ്ഥയായിരുന്നു, അതെല്ലാം അവർ ശരിയാക്കി. നല്ലൊരു പൈസ ചിലവാക്കിയിട്ടാണ് അത് ആ പണി പൂർത്തിയാക്കിയിട്ടുള്ളത്. തീർച്ചയായിട്ടും അവരുടെ എനിക്ക് വാർഡ് മെമ്പർ നിലയിൽ അങ്ങേറ്റം നന്ദിയും കടപ്പാടും ഉണ്ട്. അത് ഇന്ന് 5 മണിക്ക് ഹരിശ്രീ ആശുപത്രിയിൽ വെച്ച് ഒരു ചെറിയ ചടങ്ങ് എന്ന നിലയിൽ അതിൻ്റെ താക്കോൽദാനം ഈ കുഞ്ഞുങ്ങളെ ഏൽപ്പിക്കുന്നതിന് തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ അത് വളരെ സന്തോഷപൂർവ്വം ആ വാർത്ത നിങ്ങളെ അറിയിപ്പിക്കുകയാണ്. ഇതിന് മുൻകൈ എടുത്ത ഇത് സാക്ഷി TV-ക്കും അതോടൊപ്പം തന്നെ ഇതിൻ്റെ പണികൾ പൂർത്തിയാക്കി തന്ന ഉണ്ണിച്ചേട്ടനും അതോടൊപ്പം തന്നെ ശ്രീ രാമേന്ദ്രൻ സാറിനും അങ്ങേറ്റം നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്. എന്നും എപ്പോഴും പക്ഷമില്ലാത്തവരുടെ പക്ഷത്ത് നിന്ന് നിങ്ങളുടെ സ്വന്തം സാക്ഷി.